നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം കോൺഗ്രസിൽ അടി മൂക്കുകയാണ്, മുറുകുകയാണ്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് പോലും കോൺഗ്രസിലെ അടി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം മറുവശത്തും മറ്റുള്ള സീനിയർ നേതാക്കൾ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ തുടങ്ങിയ സീനിയർ നേതാക്കൾ ഒരു വശത്തുമായി കോൺഗ്രസിൽ അടി പൊട്ടുകയാണ്. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിൽ ഈ അടി പൊട്ടാൻ കാരണം. കോൺഗ്രസിൽ തമ്മിലടിക്കാനും സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇലക്ഷന് നിന്ന് ജയിച്ചാലും ഇലക്ഷൻ തോറ്റാലും കോൺഗ്രസിൽ അടിയുറപ്പാണെന്നാണ് പണ്ട് പറയാറുള്ളത്. കാരണം ഇലക്ഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൽ ആരാണ് ജയിച്ചതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ആർക്കാണ് ജയിച്ചതിന്റെ ക്രെഡിറ്റ് എന്നോർത്തുള്ള അടിയായിരിക്കും, ആ തക്കത്തിലുള്ള അടിയായിരിക്കും. അതല്ല, സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, ആരുടെ കുഴപ്പം കൊണ്ടാണ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്ന് ചർച്ച ചെയ്ത് അതിന്റെ പേരിലായിരിക്കും അടി. ഏതായാലും ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിൽ അടി ഉറപ്പ് എന്നുള്ളത് പഴയ ഒരു ആപ്തവാക്യമാണ്. ഇപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 50 ദശാബ്ദങ്ങളായി കോൺഗ്രസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നേതൃമാറ്റം ഉണ്ടായിട്ടും പുതിയ തലമുറ ഉണ്ടായിട്ടും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്ത് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നതോടെ തന്നെ കോൺഗ്രസിൽ അടി പൊട്ടിത്തുടങ്ങി. രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ സതീശന് മാത്രം ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ലെന്നും ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്നും തുറന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം സതീശൻ അനുയായികളാകട്ടെ സതീശനെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സതീശനാണ് ഈ വിജയത്തിന്റെ എല്ലാം കാരണഭൂതൻ എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള നീക്കമാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന യുവനിര. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കുടത്ത് തുടങ്ങിയ യുവനിര സതീശന്റെ പിന്നിൽ അണിഞ്ഞിരുന്നുകൊണ്ട് സതീശനാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒറ്റ നേതാവ്, വേറെ ആരും നേതാവില്ല നല്ല രീതിയിലുള്ള അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇതിനെതിരെ കനത്ത പ്രതിഷേധം, എതിർപ്പ് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, കെ സി വേണുഗോപാൽ, കെ സുധാകരൻ അടക്കമുള്ള എല്ലാവരും തന്നെ സതീശന്റെ ഈ ഒറ്റയാൾ നേതൃത്വത്തിന് എതിരാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും സതീശന്റെ ഈ ഒറ്റയാൾ പോരാട്ടത്തിന് എതിരെ നിൽക്കുകയാണ്. കാരണം ഇതിന്റെ നേട്ടങ്ങളെല്ലാം പകുതിയെങ്കിലും മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ 60%, 70% ലീഗിന്റെ അണികൾക്ക് അവകാശപ്പെട്ടാണ്, ലീഗ് നേതൃത്വത്തിന് അവകാശപ്പെട്ടാണ്. എന്നാൽ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയടിക്ക് അടിച്ചുകൊണ്ടു പോകാൻ തങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടൂർ പ്രകാശും എല്ലാം പറയുന്നത്. ടീം യു ഡി എഫിന്റെ വിജയമാണെന്ന് വി ഡി സതീശൻ പറയുമ്പോഴും വി ഡി സതീശന്റെ അണികൾ, വി ഡി സതീശന്റെ ശിങ്കടികൾ അത് സതീശന്റെ മാത്രം വിജയമായി ഉയർത്തിക്കാട്ടുന്നതിനെതിരെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ കലാപം നടക്കുന്നത്. ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിൽ അടി എന്ന ആപ്തവാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഹൈക്കമാൻഡും ദീപാദാസ് മുൻഷിയും ഒക്കെ ഇടപെട്ടിട്ടും അടി അല്പം പോലും കുറയാതെ നോക്കിയാണ്. ഇപ്പോൾ സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ആ അടിയിൽ ഭാഗഭാക്കായി തീരുകയാണ്, ആ സംഘടനത്തിൽ ഭാഗഭാക്കായി തീരുകയാണ്. വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തിലെത്തിയത് ഈ അടി ഒന്നുകൂടി കൊഴിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ ഒരു ഭാഗത്തും സീനിയർ നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എല്ലാം മറുഭാഗത്തുമായി ഒരു കൃത്യമായ ഒരു വേർതിരിവ് അല്ലെങ്കിൽ കൃത്യമായ ഒരു ദ്വന്ദ്വം രൂപപ്പെടും കോൺഗ്രസ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ട് പൊരിഞ്ഞ അടി അത് നടക്കുമെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ യാതൊരു തർക്കമില്ല. സതീശൻ ഒറ്റ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരാൻ സതീശൻ ശ്രമിച്ചാൽ വലിയൊരു കലാപം തന്നെ കോൺഗ്രസിൽ നടക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ അടി പൊട്ടിക്കഴിഞ്ഞു. ഇനി ആ അടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നവരെ ഉണ്ടാകും, ഫലം വന്നതിന് ശേഷവും ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ല. ഏതായാലും അടി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ വീണ്ടും അടി തുടങ്ങിക്കഴിഞ്ഞു.